നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനും പരീക്ഷാഫലം വിശകലനം ചെയ്യാനുമായി ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ ഒത്തുകൂടി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഏകദിന ശില്പശാലയുടെ ഭാഗമായി നടത്തിയ ചടങ്ങ് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ സ്വദേശിനി കുമാരിക്കും കുടുംബത്തിനും കയറിക്കടക്കാൻ വീടെന്ന സ്വപ്നം പൂവണിയുന്നു. KSFE ഓഫീസേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 7.5 ലക്ഷം രൂപ ചെലവിലാണ് വീട് വെച്ച് നൽകുന്നത്. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ബാംഗ്ലൂർ ചുറ്റിക്കറങ്ങിയതിന്റെയും ആകാശയാത്ര ചെയ്തതിന്റെയും ത്രില്ലിലാണിപ്പോൾ. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. വീണ്ടും ഒരു യാത്ര. വാർത്തകൾ വിശദമായി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനും പരീക്ഷാഫലം വിശകലനം ചെയ്യാനുമായി ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ ഒത്തുകൂടി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഏകദിന ശില്പശാലയുടെ ഭാഗമായി നടത്തിയ ചടങ്ങ് അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനും പരീക്ഷാഫലം വിശകലനം ചെയ്യാനുമായി ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ ഒത്തുകൂടി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഏകദിന ശില്പശാലയുടെ ഭാഗമായ ഒത്തുചേരലിൽ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോകനവും പുതിയ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ പരിശീലനവും നടത്തി. അമ്പലപ്പുഴ MLA സലാം യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ സ്കൂളിലെയും അവിടുത്തെ സ്ട്രെങ്ത്, അവിടുത്തെ അധ്യാപകരുടെ ഓരോരുത്തരുടെയും ശേഷി, അതെല്ലാം നന്നായി ഒന്ന് മനസ്സിലാക്കി അതെല്ലാം കൂടി ചേർത്ത് ടോട്ടലായി ആ വിദ്യാലയത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മികവ് അത് പ്രകടമാക്കാൻ അത്രയും നേട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നത് ഓരോ സ്കൂളിലും ഓരോ രീതിക്ക് കഴിയാൻ പറ്റിയാണ്. ഇപ്പോൾ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഒരേ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ വിജയകരമാകില്ല. അതിൻ്റെ കാരണം ഓരോ സ്കൂളിൻ്റെയും അന്തരീക്ഷം വ്യത്യസ്തമാണ് എന്നതുകൊണ്ടാണ്. പൊതുവെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നിശ്ചയമായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് തന്നെ, ഡിപ്പാർട്ട്മെന്റ് തന്നെ അങ്ങനെ ചില നിഷ്കർഷകൾ പൊതുവെ പറയുന്നുണ്ട്. അമ്പലപ്പുഴ ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ശില്പശാലയിൽ ഹയർ സെക്കൻഡറി മേഖല ഉപഡയറക്ടർ VK അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ, അജിത് R പിള്ള, സന്തോഷ് സാഗർ, ജയശ്രീ, അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ അക്കാഡമിക് കോർഡിനേറ്റർ K സജി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ റൈബാൻ ഹാളിലെ ആനത്തലവട്ടം ആനന്ദൻ നഗറിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഖാദി മേഖല മറ്റേതിനേക്കാളും ഒരു സവിശേഷത അനുഭവിക്കുന്നതാണ് എന്ന് മാത്രമല്ല, വലിയ പ്രതിസന്ധിയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യവസായമാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന നയങ്ങളുടെ ഫലമായി ഈ വ്യവസായം തന്നെ നമ്മുടെ രാജ്യത്ത് പലയിടത്തും നിലച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഖാദി തൊഴിലാളികളുടെ യോഗത്തിൽ അവരുടെ സംഘടനയുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ചുമതലക്കാരനാണ് ഞാൻ. അപ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും തൊഴിലാളികളായിട്ടുള്ള നേതാക്കന്മാർ അവരാ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം, ബുദ്ധിമുട്ട്, അവരുടെ വരുമാനം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി T ബൈജു സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി M സത്യപാലൻ, CITU ജോയിന്റ് സെക്രട്ടറി PP പവനൻ, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C സിലീഷ്, ഖാദി വർക്കേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് N പവിത്രൻ, RS മധു, TV വിനോദ് കുമാർ, V ഷിബു, P പ്രകാശൻ, MT സെബി, ഫ്രാൻസിസ് സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി AV സജു സ്വാഗതവും ജില്ലാ സെക്രട്ടറി S രാജേഷ് നന്ദിയും പറഞ്ഞു. യോഗത്തെ തുടർന്ന് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ V സഞ്ജീവൻ, ജില്ലാ പ്രസിഡന്റ് PS ഷാജിമോൻ എന്നിവർക്കുള്ള യാത്രയപ്പ് ഉപഹാരവും നൽകി.
അമ്പലപ്പുഴ സ്വദേശിനി കുമാരിക്കും കുടുംബത്തിനും കയറിക്കിടക്കാൻ വീടെന്ന സ്വപ്നം പൂവണിയുന്നു. KSFE ഓഫീസേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 7.5 ലക്ഷം രൂപ ചെലവിലാണ് വീട് വെച്ച് നൽകുന്നത്. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. അമ്പലപ്പുഴ സ്വദേശിനി കുമാരിക്കും കുടുംബത്തിനും കയറിക്കിടക്കാൻ വീടെന്ന സ്വപ്നം പൂവണിയുന്നു. KSFE ഓഫീസേഴ്സ് യൂണിയൻ 7.5 ലക്ഷം രൂപ ചെലവിലാണ് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് 5-ാം വാർഡിൽ ശക്തീശ്വരി ചിറയിൽ കുമാരി മോഹനനും കുടുംബത്തിനും അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത്. വൃക്കരോഗിയായ ഭർത്താവ് മോഹനനും ഭിന്നശേഷിക്കാരിയായ മകളും തകർന്നു വീഴാറായ ടിൻഷീറ്റ് മേഞ്ഞ കുടിലിലാണ് നിലവിൽ കഴിയുന്നത്. കുടുംബ ഓഹരിയിൽ ലഭിച്ച 4 സെന്റ് സ്ഥലവും അതിനോട് ചേർന്ന് വിലക്ക് വാങ്ങിയ 2 സെന്റുമടക്കം 6 സെന്റ് സ്ഥലം സ്വന്തമായുണ്ടെങ്കിലും സ്ഥലത്തിന്റെ സ്വഭാവം നിലമായി രേഖപ്പെടുത്തിയിരുന്നതിനാൽ ഇവിടെ റീബിൽഡ് പദ്ധതിയിൽ വീട് വെക്കാനായില്ല. ലൈഫ് ഭവന പദ്ധതിയിൽ പഞ്ചായത്തിനും സഹായിക്കാനാകാതെ വന്നതോടെ ഇവരുടെ വർഷങ്ങൾ നീണ്ട വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. ഇതിനിടെ സംസ്ഥാന സർക്കാർ ആലപ്പുഴയിൽ നടത്തിയ അദാലത്തിൽ നൽകിയ അപേക്ഷയിൽ 6 സെന്റ് സ്ഥലവും സൗജന്യമായി തരം തിരിച്ചു നൽകി. കർഷക തൊഴിലാളികളായിരുന്നു മോഹനനും കുമാരിയും. 2015-ലാണ് മോഹനന് വൃക്കരോഗം ബാധിച്ചത്. പിന്നീട് ഇരുവർക്കും ജോലിക്ക് പോകാനായില്ല. വല്ലപ്പോഴും കുമാരിക്ക് ചെമ്മീൻ പീലിംഗ് ചെയ്ത് കിട്ടുന്ന തുകയും പെൻഷൻ തുകയും കൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത്. ഇവരുടെ ദുരവസ്ഥയെ സംബന്ധിച്ച് വാർത്തയാക്കിയതോടെയാണ് സഹായഹസ്തവുമായി KSFE എംപ്ലോയീസ് യൂണിയൻ വീട് നിർമ്മിച്ചു നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്. KSFE സംസ്ഥാനത്താകെ 28 വീടുകളാണ് ഈ സാമ്പത്തിക വർഷം നിർമ്മിച്ചു നൽകുക. ഇതിൽ 5 എണ്ണം പൂർത്തിയാക്കി താക്കോൽ കൈമാറി. 6ാമത്തെ വീടാണ് കുമാരിയുടേത്. ഓരോ ജില്ലകളിലും 2 വീടുകളാണ് യൂണിയൻ നിർമ്മിച്ചു നൽകുന്നത്. ഇതിൽ ആലപ്പുഴ ജില്ലയിലെ ആദ്യ വീടാണ് കുമാരിക്ക് അനുവദിച്ചിരിക്കുന്നത്. അമ്പലപ്പുഴ MLA H. സലാം വീടിന് തറക്കല്ലിട്ടു. S. അരുൺ ബോസ്, A. മുഹമ്മദ് ഇക്ബാൽ, ലാലിച്ചൻ ജോസഫ്, സനൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, G. ഷിബു, അശോകൻ, ശൈലേന്ദ്രൻ തുടങ്ങിയവർ കല്ലിടൽ ചടങ്ങിൽ സംബന്ധിച്ചു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ബാംഗ്ലൂർ ചുറ്റിക്കറങ്ങിയതിന്റെയും ആകാശയാത്ര ചെയ്തതിന്റെയും ത്രില്ലിലാണിപ്പോൾ. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾ ചെയ്ത സേവനത്തിന്റെ അംഗീകാരം ആകാശയാത്ര എന്ന സ്വപ്നതുല്യമായ അംഗീകാരമാകുമെന്ന് സേനാംഗങ്ങളും കരുതിയിരുന്നില്ല. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ബാംഗ്ലൂർ ചുറ്റിക്കറങ്ങിയതിന്റെയും ആകാശയാത്ര ചെയ്തതിന്റെയും ത്രില്ലിലാണിപ്പോൾ. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾ ചെയ്ത സേവനത്തിന്റെ അംഗീകാരം ആകാശയാത്ര എന്ന സ്വപ്നതുല്യമായ അംഗീകാരമാകുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണെന്ന് യാത്ര പോയവരും സാക്ഷ്യപ്പെടുത്തുന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ബാംഗ്ലൂർക്ക് വിമാനയാത്ര നടത്തിയത്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംസ്ഥാനത്ത് മികച്ച പഞ്ചായത്തിനുള്ള 2ാം സ്ഥാനം നേടിയ പഞ്ചായത്താണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേന നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് പഞ്ചായത്തിന് കരസ്ഥമാക്കാനായത്. പഞ്ചായത്തിന് പുരസ്കാരം ലഭിക്കാനിടയായതിന്റെയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ആദരവ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് യാത്ര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. 2021-22 വർഷത്തിലും 2022-23 വർഷത്തിലും സ്വരാജ് ട്രോഫി നേടുവാൻ ഇടയായ സാഹചര്യത്തിലാണ് ഈ വിമാനയാത്ര നമ്മൾ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് അറേഞ്ച് ചെയ്തത്. 21-22 വർഷത്തിൽ ആലപ്പുഴ ജില്ലയിൽ 1ാം സ്ഥാനവും 22-23 വർഷത്തിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനവും സ്വരാജ് ട്രോഫി നമ്മൾ നേടുകയുണ്ടായി. ഭൂമിയിലെ മാലാഖമാർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രയത്ന ഫലമാണ് ഈ അവാർഡ് കരസ്ഥമാക്കാൻ മുട്ടാർ ഗ്രാമപഞ്ചായത്തിനായത്. അവരോടുള്ള ആദരവ് സൂചകമായിട്ടാണ് നമ്മൾ ഈ വിമാനയാത്ര അറേഞ്ച് ചെയ്തത്. ഇവിടെ നിന്നും ബാംഗ്ലൂർക്ക് AC ട്രെയിനിൽ യാത്ര ചെയ്യും. അവിടെ നിന്ന് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വൈകുന്നേരം പുറപ്പെട്ട് 8 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരുകയും വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഒക്കെയാണ് ഈ യാത്രയിലൂടെ ഉരുത്തിരിഞ്ഞത്. വളരെ ബാംഗ്ലൂർ വരെ AC ട്രെയിനിൽ യാത്ര ചെയ്തു. ബാംഗ്ലൂരിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരികെ നെടുമ്പാശ്ശേരിയിലേക്കുള്ള ഇൻഡിഗോ എയർവേസിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടിലേക്ക് തിരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സെക്രട്ടറി ബിനു ഗോപാൽ, CDS ചെയർപേഴ്സൺ ജയ സത്യൻ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. 74 വയസ്സുള്ള പത്മിനി അടക്കം 24 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് സ്വപ്നതുല്യമായ ആകാശയാത്രയിലുണ്ടായിരുന്നത്. വിമാനയാത്ര എന്നത് സ്വപ്നം കാണാൻ പറ്റാത്ത സംഗതിയായിരുന്നുവെന്നും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്നും വിമാനയാത്ര കഴിഞ്ഞെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു. മാത്രമല്ല, ഈ അംഗീകാരം ഭാവിയിൽ മികച്ച രീതിയിലും ആത്മാർത്ഥമായും ജോലി ചെയ്യാൻ തങ്ങൾക്ക് പ്രചോദനമാണെന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത
അതായത് ഒരു കാരണവശാലും വിചാരിക്കാത്ത ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്ന് കിട്ടി. അതായത് ബാംഗ്ലൂർ യാത്ര. അതൊരനുഭവം തന്നെയാണ്. സമയക്കുറവുണ്ടായെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആദ്യമായതുകൊണ്ട് ഞങ്ങൾക്ക് അത് അഭിപ്രായം പറയാനൊക്കാതെ വന്നു. അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും അവിടെ തങ്ങി വേണമായിരുന്നു ഈ ടൂർ പ്രോഗ്രാം നടത്തേണ്ടത്. എന്നാലും ഈ ഒരു ദിവസമേ ചെയ്തുള്ളെങ്കിലും അല്ലെ 2 ദിവസം ചെയ്തുള്ളൂ. ഒരു രായും ഒരു പകലും 2 രാത്രിയും ഒരു പകലും ഞങ്ങൾ ഈ നാമത്തിൽ ബാംഗ്ലൂർ ഇറങ്ങി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള മെഗാ ക്ലീനിങ്ങിന് തുടക്കമായി. നഗരസഭാ പരിധിയിലെ 52 വാർഡുകളിലായി 600 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. ആലപ്പുഴ നഗരസഭ മഴക്കാലപൂർവ്വ മെഗാ ക്ലീനിങ്ങിന് തുടക്കമായി. നഗരസഭാ പരിധിയിലെ 52 വാർഡുകളിലായി 600 കേന്ദ്രങ്ങളിലാണ് ശുചീകരണ യജ്ഞം നടത്തിയത്. ആലപ്പുഴ ശതാബ്ദി മന്ദിരത്തിന് സമീപം നടത്തിയ ശുചീകരണം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഏറ്റവും ജനകീയമായി ശുചീകരണ തൊഴിലാളികളും വിവിധ സംഘടനകളുടെ പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ആലപ്പുഴ നഗരസഭ മാതൃകാപരമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ നഗരസഭയുടെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ശുചിത്വ മേഖലയിലെ പ്രവർത്തനം തന്നെയാണ്. രാജ്യാന്തരമായ തന്നെ അംഗീകാരം പല പ്രാവശ്യം നേടുവാൻ ആലപ്പുഴ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ നഗരത്തെ ശുചീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഒരു കാലത്ത് ആലപ്പുഴ നഗരം ചീഞ്ഞിനാറും നഗരമായി നമുക്കെല്ലാം പ്രയാസകരമായ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു നഗരമാണ്. ആലപ്പുഴ നഗരത്തിലെ പല പ്രധാന ജംഗ്ഷൻ നോക്കിയാലും മാലിന്യം വലിച്ചെറിയുന്ന കേന്ദ്രമായിരുന്നു ആലപ്പുഴ. എന്നാൽ ഇന്ന് ഏറെ വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ വലിച്ചെറിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ശാസ്ത്രീയമായി മാലിന്യം സംസ്കരിക്കുന്ന നഗരമായി ആലപ്പുഴ നഗരത്തെ മാറ്റി തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, MR പ്രേം, നസീർ പുന്നക്കൽ, MG സതീദേവി, R വിനീത, കൗൺസിലർമാരായ സലീം മുല്ലാത്ത്, B അജേഷ്, B നസീർ, B മെഹബൂബ്, ക്ലാരമ്മ പീറ്റർ, സിമി ഷാഫി ഖാൻ, നഗരസഭാ സെക്രട്ടറി AM മുംതാസ്, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ B മനോജ് കുമാർ, BA ശ്യാംകുമാർ, MG ഷാ, ശങ്കർ മണി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, തൊഴിലാളികൾ, വിവിധ ക്ലബ്ബുകൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗൻവാടി ആശാപ്രവർത്തകർ, യുവജന സംഘടനാ പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, NSS വോളണ്ടിയർമാർ, തൊഴിലാളി സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി. കൊതുക് ഉറവിട നശീകരണം, നീർച്ചാലുകളിലെ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കൽ, ഹോട്ട്സ്പോട്ടുകൾ നീക്കം ചെയ്യൽ, കിണറുകളുടെ ക്ലോറിനേഷൻ തുടങ്ങിയവയും ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തി. ശുചീകരണ കേന്ദ്രങ്ങളിൽ തന്നെ പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ ചാക്കുകളിൽ ശേഖരിച്ച് നഗരസഭ MCAF-കളിലേക്ക് നീക്കം ചെയ്തു. ജൈവ മാലിന്യങ്ങൾ സാധ്യമായവ എയറോബിക് യൂണിറ്റുകളിലേക്കും മാറ്റുന്ന പ്രവർത്തനവും നടത്തിയിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനും പരീക്ഷാഫലം വിശകലനം ചെയ്യാനുമായി ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ ഒത്തുകൂടി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഏകദിന ശില്പശാലയുടെ ഭാഗമായി നടത്തിയ ചടങ്ങ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ സ്വദേശിനി കുമാരിക്കും കുടുംബത്തിനും കയറിക്കടക്കാൻ വീടെന്ന സ്വപ്നം പൂവണിയുന്നു. KSFE ഓഫീസേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ 7.5 ലക്ഷം രൂപ ചെലവിലാണ് വീട് വെച്ച് നൽകുന്നത്. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ബാംഗ്ലൂർ ചുറ്റിക്കറങ്ങിയതിന്റെയും ആകാശയാത്ര ചെയ്തതിന്റെയും ത്രില്ലിലാണിപ്പോൾ. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് വീണ്ടും ഒരു യാത്ര. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.